അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളെ വിവാഹം കഴിച്ചത് പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ്. സമ്പത്തില്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. ഒട്ടകത്തലാ പടച്ചവനെ പുല്ലറുത്തിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ് അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയെ വിവാഹം കഴിച്ചത്. അവരുടെ ജീവിത ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്, ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്ക്. രണ്ടുപേരും പാവപ്പെട്ടവരാണ്. രണ്ടുപേരും പടച്ചവനെ അവരുടെ ജീവിതം വായിച്ചു നോക്കിയാൽ കരയാതിരിക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവിയുടെയും അലിയാര് തങ്ങളുടെയും ചരിത്രം വായിച്ച നമ്മളൊക്കെ കരഞ്ഞു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരോ പറഞ്ഞു, ഇവിടെ ഉള്ള എൻ്റെ സംഘാടകൻ പറഞ്ഞു എല്ലാം പാവപ്പെട്ടവരാണെന്ന്. ഉസ്താദ്, ഈ നാട്ടുകാരൊക്കെ പാവപ്പെട്ടവരാണെന്ന്. ആരാടോ പാവപ്പെട്ടവര്? എല്ലാവരും പണക്കാരന്മാരാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാരും പണക്കാരല്ലേ, പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ പാവപ്പെട്ടവനാണെന്ന് ആരും പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പള്ളിയിൽ പോയിട്ട് ദുആ ചെയ്യും, അള്ളാഹുവേ നീ എന്നെ പണക്കാരനാക്കണേ അല്ലാഹ്. എല്ലാരും പള്ളിയിൽ പോയി ദുആ ചെയ്യണേ എന്താ? അല്ലാഹ് എനിക്ക് സമ്പത്ത് താ, എനിക്ക് ബർക്കത്ത് താ, എനിക്ക് നീ ആ വീട് താ, എനിക്കെല്ലാം താ. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യും. റബ്ബിനോട് പറയുന്നത് എന്നെ പണക്കാരനാക്കണേ എന്നാ. റേഷൻ കടയിൽ പോയിട്ട് പറയുന്നത് ഞാൻ ഒന്നുമില്ലാത്തവനാ, എനിക്ക് മറ്റേ എന്താ കാർഡാപ്പാ, ഫ്രീ അരി കിട്ടുന്നൊരു കാർഡുണ്ടല്ലോ. അങ്ങനെ എല്ലാരും അള്ളാഹിനോട് പറയുന്ന പടച്ചവനെ എനിക്ക് സമ്പത്ത് താ, എനിക്ക് വീട് താ, എന്നെ പണക്കാരനാക്ക്. എന്നിട്ട് റേഷൻ കടയിലെ ഫോമിൽ എഴുതുന്നു ഞാൻ ഒന്നുമില്ലാത്ത യതീമാണെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ അപ്പൊ അങ്ങനല്ലല്ലോ, ചോദിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഒരിക്കൽ അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാ. ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുകയാണ്. അലിയാര് നിങ്ങൾ എന്ന ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതാ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാര് നിങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഒരുപാട് ചോദിച്ചപ്പോ ഫാത്തിമ തന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ ഫാത്തിമ എന്ന പൊന്നാര മകള് അലിയാരെന്ന ഭർത്താവിന്റെ മുമ്പിലേക്ക് കൈനീട്ടി കാണിക്കുമ്പോ പടച്ചവരെ കൈ പൊട്ടിയിരിക്കുകയാണ്, കൈ പൊട്ടിയിരിക്കുകയാണ്. അതാ പടച്ചവനെ കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് അതാ ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിരിക്കുകയാ. അടുക്കള ജോലി ചെയ്തിട്ട്, തന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. പെങ്ങളെ, നീ ചിന്തിക്കും എങ്ങനെയാ കൈ പൊട്ടിയതെന്ന്. അലിയാര് തങ്ങള് പാവപ്പെട്ടവനാണ്. പടച്ചവനെ അതാ ഗോതമ്പ് പൊടിക്കുകയാ. ഗോതമ്പ് പൊടിച്ചിട്ട് അത് ഫാത്തിമ ബീവിയാണ് പൊടിക്കുന്നത്. എന്നിട്ടത് അതാ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അതാ ഗോതമ്പ് പൊടിച്ചു കൊടുക്കും ഫാത്തിമ ബീവി. കൈകൊണ്ട് കല്ലിങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നതാ പൊടിച്ചു കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. എപ്പോഴും ജോലിയാ പെങ്ങള്. അത് മനസ്സിലാകണമെങ്കിൽ ഫാത്തിമയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട് ഫാത്തിമയ്ക്ക്. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 2
രണ്ടുപേരും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമല്ല, 1 വയസ്സിന്റെ വ്യത്യാസമാണ് ഹസനിനും ഹുസൈനിനും. രണ്ടുപേരും ചെറിയ മക്കളാണ്. ഫാത്തിമ മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് കരയുമ്പോ ഉറക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കയറതാ തൊട്ടിലിൽ കെട്ടിയിട്ട് രണ്ടാമത്തെ ഭാഗം തന്റെ കാലിൽ കെട്ടിവെച്ചിരിക്കുകയാ. മക്കള് കിടന്ന് കരഞ്ഞ ആ കെട്ടിയിരിക്കുന്ന കാലിൽ കെട്ടിയിരിക്കുന്ന കയറ് കൊണ്ട് ആട്ടിയാട്ടിയാണ് ഫാത്തിമ തന്റെ പൊന്നാര മക്കളെ ഉറക്കിയത് പോലും. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു, അത്രയും ജോലിയായിരുന്നു. അങ്ങനെ കല്ല് പിടിച്ചിട്ട് 2 കൈയും ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാത്തിമയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. അല്ലാഹുവേ, അലിയാര് നിങ്ങൾക്ക് വിഷമമായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ, അലിയാര് നിങ്ങൾക്ക് സങ്കടമായി. അങ്ങനെ രണ്ടുപേരും കിടക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, നിന്റെ പ്രയാസം മാറാൻ, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. എന്തേ അലിയേ, എന്തേ അലിയേ? ഫാത്തിമ, നീ നാളെ അള്ളാന്റെ റസൂലിനെ കാണാൻ പോകണേ ഫാത്തിമ. നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം. വാപ്പയുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്, വാപ്പയുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്. നീ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചിട്ട് നിന്റെ സങ്കടം പറഞ്ഞിട്ട് ഒരടിമയെ ചോദിച്ചാ അള്ളാന്റെ റസൂല് തരും ഫാത്തിമ. നിബിതങ്ങൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാന്റെ റസൂല് ഉറപ്പായിട്ടും നിനക്കൊരടിമയെ തരും. ഒരടിമയെ കിട്ടിയാൽ ഈ ജോലിയൊക്കെ ചെയ്യുമല്ലോ, നിന്റെ പ്രയാസം മാറുമല്ലോ, നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ചിന്തിച്ചു, പറച്ചവനെ, ഭർത്താവ് പറഞ്ഞത് നല്ല കാര്യമാ. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി, അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. പടച്ചവനെ, നേരം വെളുത്തപ്പോ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഉപ്പാനെ കാണാൻ പോവുകയാണ്, തന്റെ നബിതങ്ങളെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ വീട്ടിലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂലില്ല. നബിതങ്ങൾ രാവിലെ പോയതാണ്, അള്ളാന്റെ റസൂൽ ഒരു യാത്ര പോയിരിക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമയ്ക്ക് സങ്കടമായി, വാപ്പ വീട്ടിലില്ല. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, എന്റെ കൈ കണ്ടോ ഉമ്മ? കല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിയിരിക്കുകയാ. അതുകൊണ്ട് വാപ്പ വരുമ്പോ എന്റെ സങ്കടം പറയണേ, ഒരടിമയെ വാങ്ങിത്തരണേ. ഉമ്മ പറഞ്ഞ തരുമെന്ന് ഫാത്തിമ ആയിഷ ബീവിയോട് പറയുകയാ. അങ്ങനെ പടച്ചവനെ, രണ്ടുപേരും സംസാരിക്കുകയാണ്. അവസാനം ഫാത്തിമ എവിടെന്ന് മടങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് ഒരുപാട് താമസിച്ചാണ് വരുന്നത്. നിബിതങ്ങൾ അർദ്ധരാത്രിയിലാണ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫാത്തിമ വന്നിരുന്നു നബിയേ, സങ്കടം പറഞ്ഞു നബിയേ, ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നു നബിയേ, കണ്ടപ്പ കരച്ചല് വന്നു നബിയേ, ഒരടിമയെ കൊടുക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമയുടെ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാ.
നിബിതങ്ങളുടെ മനസ്സു വേദനിക്കുകയാ. കാരണം നിബിതങ്ങളുടെ കരളിന്റെ കഷ്ടമാണ്. അള്ളാന്റെ റസൂലാ പാതിരാത്രി ഇറങ്ങിയടോ. യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന നിബിതങ്ങള് ഇപ്പൊ തന്നെ എന്റെ പൊന്നാര മകളെ എനിക്ക് കാണണം, എന്റെ ഫാത്തിമാനെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ആയിഷ ബീബി പറഞ്ഞു, നബിയെ രാവിലെ പോയാ പോരെ, എന്റെ ഫാത്തിമാനെ എനിക്ക് കാണണം. അള്ളാന്റെ റസൂല് രാത്രിയിൽ തന്നെ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ വെളിയിൽ വന്ന് നബി തങ്ങളെ സലാം പറഞ്ഞു, അനുവാദം ചോദിച്ചു. നബി തങ്ങളെ സലാം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കടക്കുമ്പോ അലിയാര് തങ്ങളും ഫാത്തിമയും അതാ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുകയാ. നബി തങ്ങളെ പറഞ്ഞു, ഇരിക്കൂ ഫാത്തിമ, ഇരിക്കൂ അലിയേ. രണ്ടുപേരെയും ആ കിടക്കപ്പായിൽ തന്നെ പിടിച്ചിരുത്തുകയാണ്. അവരുടെ ഇടയിൽ ചെന്നിരുന്നു ലോകത്തിന്റെ നേതാവ്. അവരുടെ രണ്ടുപേരുടെയും കിടപ്പറയില് അവരുടെ ഇടയിൽ ചെന്നിരുന്നു. അള്ളാന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കൈ കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാ. നിബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെൺമക്കളുള്ള ഉപ്പമാരെ, പെൺമക്കളുള്ള ഉപ്പമാരെ, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞ മറുപടി എന്താ? വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കല്ല് പിടിച്ചിട്ട് കൈ രണ്ടും പൊട്ടിയിട്ട് അള്ളാന്റെ റസൂൽ എന്ന അള്ളാന്റെ റസൂലിനോട് തന്റെ പൊന്നാര മകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ നിബിതങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിബിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിബിതങ്ങൾ ചോദിച്ച ചോദ്യമാണ്. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു വാപ്പ ചോദിച്ച ചോദ്യമാണ്. നിബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ പറഞ്ഞു തരട്ടെ ഫാത്തിമ, മഴയ്ക്കകത്ത് വാഴ കേൾക്കാമെന്ന് എന്റെ പെങ്ങളോട് പരാതിയല്ലേ? അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നതിന് പരാതിയല്ലോ? കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന പെങ്ങള് വെറുതെ അല്ല പെങ്ങള്. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് കഷ്ടപ്പെടുന്ന ഉമ്മ, ഞാൻ എമ്മയ്ക്ക് പഠിച്ചവളാ, ഡിഗ്രിക്ക് പഠിച്ചവളോ, എന്നെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇട്ടിരിക്കുന്നു എന്ന് സങ്കടം പറയുന്ന പെങ്ങള്, നിനക്കറിയുവോ ഭക്ഷണം വെച്ചാ കിട്ടുന്ന പ്രതിഫലമെന്താ? ഭർത്താവിന്റെ തുണി കഴുകിയാ കിട്ടുന്ന പ്രതിഫലമെന്താ? മക്കൾക്ക് പാല് കൊടുത്താ കിട്ടുന്ന പ്രതിഫലമെന്താ? പ്രസവിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലമെന്താ? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുത്താ കിട്ടുന്ന പ്രതിഫലമെന്താ? ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലമെന്താ? പെങ്ങളെ, നിന്റെ വീടൊന്ന് തൂത്തുവാരിയാ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അടുക്കളയിൽ കിടന്ന് നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ശരീരം വിയർക്കുമല്ലോ പെങ്ങളെ. ഇട്ടിരിക്കുന്ന ചുരിദാറിനകത്തുകൂടെ ഇങ്ങനെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, തുടയ്ക്കുന്ന പെങ്ങളെ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നിന്റെ ഭർത്താവിനും മക്കൾക്കും നീ ഭക്ഷണം വെക്കുന്നതെങ്കിലോ ആ സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പൊഴുകിയാ നിനക്കത് നരകമോചനത്തിന് കാരണമാ ഉമ്മ. വഖൂദുഹ الناس والحجارة.
മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ് ആ ഭക്ഷണം വെക്കുമ്പോ നിന്റെ ശരീരം വിയർക്കുന്നത്. നീ എന്ത് ചെയ്താലും പ്രതിഫലമാ, നീ എന്ത് ചെയ്താലും പ്രതിഫലം. വാപ്പയാ നബിതങ്ങള് ആ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിക്കൂല. ആ നബിതങ്ങളാണ് കൈപൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളോട് എല്ലാം വാരിക്കെട്ട്, ഇന്നത്തോടെ താമസം കഴിഞ്ഞു വാ പോയേക്കാം എന്ന് വിളിച്ചുകൊണ്ട് പോയില്ല. ഭർത്താവിന്റെ വീട്ടിൽ കഷ്ടപ്പാട് നിന്നെ പോലെ ഉണ്ടാവണമെന്നില്ല മരുമകന്. കൊട്ടാരവും വലിയ ജോലിയും ലക്ഷക്കണക്കിന് സമ്പാദ്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ പാവപ്പെട്ടവനായിരിക്കാം. നീ വീട്ടിൽ മന്തിയും മഹദിയും നെഹദിയും കൊടുത്തു വളർത്തി ആ പാവപ്പെട്ടവന് ചിലപ്പോൾ ഒരു ഷവർമ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്തവനായിരിക്കും. അപ്പൊ അവിടെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പറയുമ്പോ എല്ലാം വാരി കെട്ടിയേരെ വണ്ടി വരും കയറി വന്നേരെ. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ല കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലം അങ്ങനാടോ, ഇന്നത്തെ കാലം അങ്ങനെ. എടോ, ഇന്ന് തലാക്ക് പറയാനും ഇന്ന് ബന്ധങ്ങൾ മുറിക്കാനും കാരണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ വഴലൊക്കെ കേൾക്കാൻ വരുന്നൊരു ചങ്ങാതിയുണ്ട്. ഓൻ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണമാണ്, നിങ്ങളൊന്ന് വരണം. എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ കണ്ടപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു, എടാ അന്ന് വരാനെന്നൊക്കെ പറ്റിയില്ല, സുഖമാണോ? അവള് പോയി ഉസ്താദേ എന്നെ. എൻ്റെ അടുത്ത് പറഞ്ഞു അവള് പോയെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ബർത്ത്ഡേ ആഘോഷിച്ചില്ല ഉസ്താദെ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാരണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അങ്ങനെ അവള് പിണങ്ങിപ്പോയി. പള്ളി കമ്മിറ്റിയിൽ പോയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചെന്ന്, നിനക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോടാന്ന്? നിനക്ക് ബർത്ത്ഡേ ആഘോഷം ഒരു കേക്കൊക്കെ മുറിച്ചൂടെ? ഒരു കേക്കെങ്കിലും. ഓനത്ര വിവരമേ ഉള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതങ്ങനെ എന്ത് വിവരമുണ്ട്? ഓരോ മനുഷ്യന്മാരുടെ ആരുടെ മസല ചോദിക്കേണ്ടത് എപ്പോഴും ആലിമിനോടാ, ജാഹിലിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓൻ അത്രയ്ക്കൊക്കെ ഉള്ളൂ. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മസലകൾ ചോദിക്കേണ്ടത് ആരോടാ? പണ്ടൊരു ചരിത്രമുണ്ട്. 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. ഓന് 99 പേരെ കൊന്നപ്പോഴാ ചെയ്തത് പാവമാണെന്ന് തോന്നിയേ. അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാക്ക വരുന്നുണ്ട്. ഇത്തിരി താടിയൊക്കെ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ചങ്ങാതി, ഇവരെ ബക്കറ്റ് എടുത്താ ഓടൂടാ. അവരിപ്പം മിണ്ടാതിരിക്കല്ലേ. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ എന്തിനാ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ 99 പേരെ കൊന്ന മനുഷ്യ ഒരു കാക്കാനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? നിനക്കോ? അല്ല പുറത്തു തരാനോ? നീ നരകത്തിലടാ. അയാള് പറഞ്ഞു, നിന്റെ കാര്യം പോക്കാന്ന്. എന്നാ പിന്നെ സെഞ്ചുറി അടിച്ചേക്കാം, അവനെ കൂടെ കൊന്നു കളഞ്ഞ് 100 തികച്ചു. 100 പേരെ കൊന്ന മനുഷ്യൻ. ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ഉസ്താദ് വരുന്നു. താടിയൊക്കെ വളർത്തിയൊരു ചങ്ങാതി കണ്ടു. ഉസ്താദെ, 99 100 തികച്ചിട്ട് നിൽക്കാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് പുറത്തു തരും. ഇതാണ് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. എടാ, ആദ്യം കണ്ട മനുഷ്യന് അത്രയ്ക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഓൻ അതുകൊണ്ട് അവൻ അറിയുന്ന മസല പറഞ്ഞു പോയി. ഉസ്താദ് എന്ത് പറഞ്ഞു കൊടുത്തു? അറിവ് പഠിച്ച മനുഷ്യൻ ആലിമ പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും. നീ അള്ളാഹുവിനോട് തൗബ ചെയ്യ്. ഈ നാട് നിനക്ക് നല്ലതല്ല, ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പൊക്കോ നീ. അപ്പുറത്ത് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാടുണ്ട്, അവിടെ പോയി നീ അള്ളാഹിനെ ഭയന്ന് ജീവിക്ക്. പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ മരിച്ചു. നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ 100 പേരെ കൊന്നവനാ, ഞങ്ങൾക്ക് വേണം ഇവനെ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ നന്നായിട്ട് വന്നവനാ, തരൂല്ലാന്ന്. എടാ, 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കിച്ചു. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും. നമ്മുടെ മക്കള് നമ്മുടെ സ്വർണത്തിന് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചാലോ? ഞാനൊരു വീട്ടിൽ പോയപ്പോ ഉമ്മ മരിച്ചതിന്റെ 3-ന്റെ അന്ന് പോയപ്പോ വലിയ ബഹളം. അപ്പൊ ഏറ്റവും ചെറിയ മകള് പറയാ, ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, കഴുത്തി കിടക്കുന്ന 3 പവൻ എനിക്കുള്ളതാണ്. അടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മസലയുടെ വിഷയം. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, പോയെന്ന് ഭാര്യ. എന്തിന്റെ പേരിൽ? ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഒരു സംഭവം പറഞ്ഞത്
ഒരു സോപ്പ് കാരണം തലാക്ക് സംഭവിച്ചു. ഒരു പെണ്ണ് കുളിക്കാൻ നേരത്ത് സോപ്പ് റൂമിൽ നിന്ന് നേരെ ബാത്റൂമിൽ കൊണ്ടുപോകും, കുളിപ്പരയിൽ കൊണ്ടുപോകും. കുളിച്ച് കഴിയുമ്പോൾ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് സ്ഥിരമായി നടക്കുന്നതാ. ഒരു ദിവസം കുളിച്ചിട്ട് സോപ്പുമായിട്ട് പോകുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. ഇവിടെ ചോദിച്ചു, ഇതെന്താ, ഇവിടെ എന്താ പകർച്ചവാദി വല്ലതും ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? തുടങ്ങി. ആ സോപ്പ് കാരണം രണ്ടും രണ്ടായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അങ്ങനാടോ? കാരണമൊന്നും വേണ്ട. നിസ്സാരം. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാര് സമ്മതിക്കൂല. പെണ്ണിന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ട്. ഈ ഉമ്മായും വാപ്പായും കൂടപ്പുറപ്പുകളും ഈഗോ. അവൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇവൾ അങ്ങനെ പറഞ്ഞില്ലേ, സംസാരിച്ച തീരുവിടോ. ഞാനൊരു മസ്ലഹത്തിൽ പങ്കെടുത്തു. എല്ലാ ചർച്ചകളും പാളിയിട്ട് അവസാനം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിരിക്കുക എഴുതാൻ. ഒരു 40ഓളം പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ബഹളം. ഞാനിങ്ങനെ ഇരുന്നപ്പോ എല്ലാം കൂടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ബഹളം. എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ എന്തൊന്നും മിണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട, ഈ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, പറ്റൂല. അപ്പം മറ്റേത് ശത്രുവിന്റെ അങ്ങനാണല്ലോ. പെണ്ണിന്റെ വാപ്പ പറഞ്ഞു പറ്റൂല. അപ്പൊ ആണിന്റെ വീട്ടുകാർ ചോദിച്ചാൽ ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പമെന്ത്? അവസാനം എനിക്ക് സംസാരിക്കാൻ അനുവാദം തന്നു. 2 പേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു പ്രശ്നം എന്താണെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ. സത്യം പറഞ്ഞ ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നെന്നുള്ള പരിഗണന പോലും അവർ നൽകിയില്ല. രണ്ടും കൂടെ അങ്ങോട്ട് തുടങ്ങി. എടാ വാട അടിയുമ്പോഴോ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ബദർക്ക് ശൈത്താന്റെ കടലിൽ നടക്കുന്ന പോലെ അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ചീത്ത വിളിച്ചു, എടാ വാടാ പോടൊക്കെ കഴിഞ്ഞു. എല്ലാം ഒരു ഇടിയും മഴയൊക്കെ കഴിഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് ശാന്തമായപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടെ, നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ? നിങ്ങൾക്ക് 2 പേർക്കും ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഇവന്റെ കൂടോ? ഇല്ലുസ്താദേ, ഇവന്റെ കൂടെ. ഇപ്പൊ അങ്ങനെ എടാ വാടാ പോടാന്നാ വിളിക്കുന്നത്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കടാ അതിങ്ങെടുക്കടാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ എന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കുക ഉസ്താദേ? അച്ഛാ നിൽക്കാന്ന എന്താടാ വിളിക്കുക? എന്താ എന്താ ഇങ്ങോട്ട് നോക്കാനോ? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നല്ലോ. എടാ ഇന്ന് പെണ്ണുങ്ങള് എടാ വാടാ പോടാന്ന് വിളിക്കണേ. നിങ്ങൾ നോക്കിയേ, പേര് വിളിക്കത്തില്ല ഈ പെണ്ണുങ്ങൾ ഭർത്താവിന്. അബൂബക്കറെ അല്ലേ, ഭർത്താവിന് പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വാപ്പാനെ എങ്ങനെ ആമിനാത്ത വിളിക്കണ നീ? വാപ്പാടെ എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ എന്നെ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എങ്ങനെ വിളിക്കണ്ടേ? എടാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഉപ്പാനൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്, വാപ്പയ്ക്കൊരു സ്ഥാനം ഉള്ളതുപോലെ ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ബഹുമാനിക്കുന്നു. എടാ വാടാ പോടാ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ വിളിക്കണം. എനിക്ക് വഴുത് കഴിഞ്ഞാൽ ഈ തട്ടുകടയിൽ പോയി തിന്നുന്നൊരു സ്വഭാവമുണ്ട്. കാരണം വഴുതിന് പോകുന്നിടത്ത് ഒരിടത്തും തിന്നാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിന്നാനിരിക്കുമ്പോൾ ഇവന്മാർ മൊബൈലും കൊണ്ടുവരും. അപ്പം സമാധാനത്തിൽ തിന്നാൻ പറ്റത്തില്ല. തിന്നെന്ന് പറഞ്ഞ് വാരിയിടും. എങ്ങനെ തിന്നാനേ എങ്ങാതി. അപ്പൊ വഴുത് കഴിയുമ്പോൾ നല്ല വിശക്കും. അപ്പൊ ഏതെങ്കിലും കടയിൽ കയറി. ഒരു കടയിൽ കയറിയപ്പോ ഒരുത്ത എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ദുബൈയും തൊപ്പിയിട്ടിരിക്കണം എന്നോടിക്ക ബ്രോ എന്ന്. ഞാൻ വെച്ച് ബ്രോസ്റ്റർ വേണമെന്ന് ചോദിക്കാമെന്ന്. എടാ ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോ. ഈ കുട്ടികൾ ഗെയ്സ് എന്നാ വിളിക്കണ കൂടപ്പുറപ്പിനെ. ഗെയ്സ് എന്താ വിളിക്കണല്ലേ? അല്ലാഹു അലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങക്കെന്ന് എന്തു പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കണില്ല. അപ്പൊ 8ാമത്തെ അടവുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റത്തെ അടവ്. ഞാൻ പറഞ്ഞു, താഴെ എഴുത്തും കുത്തും നടക്കുകയാ, നിങ്ങൾ 2 പേരും പിരിയാൻ പോകുകയാ. ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഈ റൂമിന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ 2 പേരും 2. അതുകൊണ്ട് മരിച്ചു പോകേണ്ടവരല്ലേ, ജീവിതത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയില്ലേ, നിങ്ങളൊന്ന് 2 പേരും കെട്ടിപ്പിടിച്ചൊന്ന് പൊരുത്തം വെച്ച് നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിത്തരാം, നിങ്ങൾ 2 പേരും പരസ്പരം ഒന്ന് അവസാനമായി കെട്ടിപ്പിടിച്ച് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങ്. ഞാൻ വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2ഉം കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ചെല്ലുമ്പോൾ, ഉസ്താദെ ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദെ. ഉസ്താദാ പറയാൻ പാടില്ല. എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചോളാം, വീട്ടിൽ പോണ്ടാന്ന്. കാരണം വീട്ടുകാരാ സമ്മതിക്കാത്തത്. എടോ നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്ക, മോളെ നീ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം ഇതാ. നിന്റെ ഭർത്താവിന് നീ വസ്ത്രം കഴുകി കൊടുത്ത, നീ എന്ത് ചെയ്താലും ഉപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കണം.
എടുത്തു ചാടുന്നൊരു സ്വഭാവം വാപ്പയ്ക്ക് പാടില്ല. മക്കൾ എന്തെങ്കിലുമൊക്കെ പരാതി പറയുമ്പോൾ നിനക്ക് വിവരമുണ്ട്, നിനക്ക് പ്രായമുണ്ട്, നിനക്ക് പക്വതയുണ്ട്. ആ കുട്ടികൾക്ക് അത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നവനാകണം പിതാവ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാകരുത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. പിന്നെ പറയുമ്പോ എല്ലാം പറയണം. ചില അമ്മായിയമ്മമാർക്ക് വല്ലാത്ത സ്വഭാവമാണ്. അവർക്ക് മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട സഹിക്കാത്ത ചില മാതാപിതാക്കൾ, ചില ഉമ്മമാരും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, മക്കളും മോനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയുള്ള അമ്മായിയമ്മമാരും ഉണ്ട്. അള്ളാഹു നിങ്ങളുടെയൊക്കെ അമ്മായിയമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, താത്തമ്മ ആമീൻ പറ. വേണ്ട സ്ഥാതല്ലേ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാതിരാത്രി തന്റെ മരുമകനോടും തന്റെ പൊന്നാര മകളോടും അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ, അടിമയെ ചോദിച്ച് വീട്ടിലേക്ക് വന്നല്ലോ, എന്നാൽ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നന്മ കിട്ടുന്ന ഒരു, നിനക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന ഒരു, പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളോടും തന്റെ മരുമകനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുമോ? ഫാത്തിമ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറയുകയാണ്, നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറയണേ ഫാത്തിമ. ഇതാണ് നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന കാര്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങളൊക്കെ ചിന്തിക്കും, ഉസ്താദേ, ഇതിനാണോ ഇത്ര നേരം നിങ്ങൾ വഅദ് പറഞ്ഞത്? ഇത് പറയാനായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് ഇത് നിസാരമാണെന്നാ. അല്ല സഹോദരാ, നിനക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ പറയുകയാണ്, അല്ലാഹുവേ, അലിയാര് തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറഞ്ഞല്ലോ. ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു, എന്റെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ മരണപ്പെടുന്നത്. മരിക്കുന്ന ദിവസം വരെ എന്റെ ഫാത്തിമ കിടക്കുന്നതിന് മുമ്പ് അത് പറയുമായിരുന്നു. അലിയാര് തങ്ങളെ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാര് തങ്ങളെ പറയുകയാ, എന്റെ നബി തങ്ങളെന്ന് പറഞ്ഞതിന് ശേഷം ഞാനും അങ്ങനെ തന്നെയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്കെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവരെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, പടച്ചവനെ, നിങ്ങൾ മരിക്കുന്നത് വരെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിസാര ദിക്റല്ല. പടച്ചവനെ, നമുക്കൊന്ന് മത്സരിക്കാമടോ? അല്ല പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാ ചെയ്യാനുള്ള മനസ്സല്ലേ വേണ്ടത്? 3 ദിക്റല്ലേ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയാൻ കഴിയുമോ? ഈ ദിക്ർ പറയാൻ കഴിയുമോ? എന്നും പറയണമെന്ന് പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ഒറ്റ ദിവസം, എന്നും പറയാൻ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്കിക്കേ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്‌ലിസിലിരുന്ന് കൈപൊക്കിയോ, പടച്ചവനെ, മരിക്കുന്ന കാലം വരെ ഈ കൈ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ കൈപൊക്കിയവരുടെ കയ്യോ കാലോ അറുത്തു മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാടിച്ച ദിവസം മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ ഉയർത്തിയ കൈ നാളെ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ, ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. ഞാൻ ഒന്നും ചോദിച്ചില്ല. 3 ദിക്ർ ഇന്നത്തെ രാത്രി പറഞ്ഞിട്ടേ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മസില് പിടിച്ചിരുന്ന ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നുകൂടെ ഒന്ന് കൈ പൊക്കിക്കേ. അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കില്ലേ? അപ്പൊ വേണോന്ന് വെച്ചാ പൊക്കും. ഇനി പൊക്കാത്തവര് പൊക്കണ്ട, അവരെ പൊക്കിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അല്ലാഹു ഈമാൻ എല്ലാരും പൊക്കിയില്ല, പൊക്കിനി പൊക്കണ്ട വേണ്ട. ചിലര് പറയുന്നത് മതവിളകി ആന വന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കും. നീ അങ്ങനെ തന്നെ നിൽക്കണം, എനിക്കെന്താ പറയാനുള്ളത്. നീ അങ്ങനെ തന്നെ നെഞ്ചും വിരിച്ച് നിൽക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലതങ്ങനെ ചങ്ങാതി, ഓനിനി എത്ര വഴുത് കെട്ടാലും അങ്ങനെ. ചിലര് മാറൂല. നമ്മളെപ്പോഴും ചരിത്രം പഠിക്കാറുണ്ടല്ലോ. നമ്മൾ ഫിറഔനിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഫിറഔനിന്റെ ചരിത്രം എന്താണ്? അവന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണത്? ലഅനത്തുല്ലാഹ് എന്ന് പറയണമെന്നല്ലേ അവന്റെ പേര് കേൾക്കുമ്പോ? ഈ ഫിറഔൻ നാളെ ശൈത്താൻ ഇങ്ങനെ നരകത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന തന്റെ അനുയായികളോട്. ശൈത്താൻ നാളെ ഇങ്ങനെ പ്രസംഗിക്കും. ഇരുന്നോട്ടേപ്പാ, ഞാൻ രാത്രി വണ്ടി ഓടിക്കണ്ട, ഇരുന്നോട്ടേപ്പാ, മഴ ഒന്നും പെയ്യൂല, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട. മണ്ണിലെത്തി ഓടാനൊന്നും വയ്യട. അൽഹംദുലില്ലാഹ്. ഇവന് പാവം. നീ നിന്റെ വീട് ഇവിടെ അല്ലേടാ? മേലാറ്റൂര്. പാവം മൈക്ക് സെറ്റുകാരനായതുകൊണ്ടാന്ന് തോന്നുന്നു പെണ്ണ് കെട്ടാത്ത. അവനെപ്പോഴും സങ്കടം. അവന് വിഷമമൊന്നുമില്ല. അവൻ്റെ ഉമ്മായ്ക്കും വാപ്പായ്ക്കൊക്കെ പെണ്ണ് കെട്ടുന്നു. ഈ പെണ്ണുങ്ങളെ ഏതോ ഒരു പെണ്ണ് പറഞ്ഞു മൈക്ക് സെറ്റുകാരനോ വേണ്ടാന്ന്. നിനക്കറിയത്തില്ല അവൻ്റെ പവർ എന്താന്ന്. നിന്റെ മുമ്പിൽ നീ കാണുന്ന സാധനം കൊണ്ടുവച്ച നിനക്ക് ഇതിന്റെ ABCD അറിയോ താത്താമാരെ? ഈ പെൺകുട്ടികളതാ ലത്തീവ് എന്ത് ചിരിക്കണത്? ലത്തീവ് പോയാ എടോ, ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഈ സാധനം, ഈ മൈക്കൊക്കെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇത്രയും സ്വിച്ചൊക്കെ എന്ത് ചെയ്യണമെന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നത് എത്ര വലിയ നിസ്സാര കാര്യമൊന്നുമല്ല. കരണ്ടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിസ്സാരമായി കാണരുത്. ഏത് ജോലിക്കും അതിൻ്റെതായ ഇസ്സത്തുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ലൊരു എറുപ്പക്കാരൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇപ്പം നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടൂടാ, തേച്ചിട്ട് പോകത്തില്ല, നീ പേടിക്കണ്ട കേട്ടാ. ആപ്പാനും ഉമ്മാനോടും പറ, സങ്കടമൊന്നും പെടണ്ട. നീ ഏതിനെങ്കിലും വിളിച്ചോണ്ട് വന്നാൽ ഓള് തേച്ചിട്ട് പോയാൽ നീ എന്ത് ചെയ്യും? നീ വിഷമിക്കൊന്നും വേണ്ട. അള്ളാഹു സാലിഹത്തായി ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമ്യം പറയാങ്ങാതി. അവനിപ്പോൾ എൻ്റെ കൂടെ ഉംറയ്ക്ക് വരെ വന്ന് എന്തിന്? എന്നിട്ട് അവിടെയും വന്നിട്ട് അള്ളാഹ് ഓരോന്ന് കഞ്ചാവടിക്കുന്നതിന് വരെ പെണ്ണ് കിട്ടുന്നു. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. മൈക്ക് വെച്ചോ, പേടിക്കണ്ട. ഇനിയിപ്പോൾ പെണ്ണ് കിട്ടും. ആരെങ്കിലും
2 ദിവസം നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. അവരൊക്കെ 2 ദിവസം നമ്മുടെ പള്ളിയിലായിരുന്നു. അൽഹംദുലില്ലാ. അല്ലാഹ് പായിപ്പാട് പള്ളിയിലായിരുന്നു. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. കേസായോ എന്നറിയത്തില്ല. ലത്തീഫ് നോക്കണം കേട്ടോ. 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കണമെന്ന് പറഞ്ഞ് സാധാരണ പോലെ ലത്തീഫ് ഇരുന്നിട്ടുണ്ട്. അല്ലാഹു പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. വെങ്ങോട്ട് നോക്കിയേ, ഇൻഷാ അല്ലാഹ് ഇന്ന് ചെയ്തൂടെ? ഇന്ന് ഈ 3 ദിക്ർ പറയോ? പ്രതിഫലം പറയാൻ പോകുന്ന കൈവക്കിക്ക്. നിസാരമല്ല ഈ ദിക്ർ, ഇത് നിസാരമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിത് നിസാരമാണ്. നമ്മൾ ഇത് നിസാരമായി കാണുന്ന ഒരു നന്മയാണ്. എങ്കിലതൊരിക്കലും നിസാരമല്ല. ഇത് ഒരിക്കലും നിസാരമല്ല. ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാവരും ഹജ്ജിന് പോകുന്ന മാസമാണ്. പലരും പോയി കഴിഞ്ഞു. പലരും നമ്മളോട് വന്ന് യാത്ര പറയുകയാ. ഉസ്താദേ ഹജ്ജിന് പോവുകയാണ്. അല്ലാഹുവേ, എല്ലാവരുടെയും യാത്ര എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിൽ ആരെല്ലാം ഇരിക്കുന്നവരുണ്ടോ നാഥാ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. എന്താണ് മബ്റൂർ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് വീട് വെക്കാനല്ല, അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവരുടെ മാതാപിതാക്കല്ല, അവർക്ക് അടിച്ചു പൊളിക്കാനല്ല. നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആരാരും സഹായിക്കാനില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ടല്ലോ. പടച്ചവനെ, കൂരയ്ക്കകത്ത് കഴിയുന്ന സാധുക്കള്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ വീട്ടിലൊന്ന് കേറുവോ? സത്യം പറഞ്ഞ സങ്കടം തോന്നിയടോ. അവന്റെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത എന്തെന്നറിയോ? എന്റെ വീട് ചെറുതാണ് ഉസ്താദ്, കേറുമോ? സുബ്ഹാനല്ലാഹ്, വീട് കണ്ടപ്പോ സങ്കടം തോന്നിയടോ. പക്ഷേ അത് ചെറിയ വീടാണെങ്കിലും ആ വീട്ടിലാടോ സമാധാനമുള്ളത്, ആ വീട്ടിലാടോ സന്തോഷമുള്ളത്. കോടിക്കണക്കിന് രൂപകൾ കൊണ്ട് ചെലവഴിച്ച് കൊട്ടാരം പണിതിട്ട് സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ കുടിലുകളിലാണ് സമാധാനമുള്ളത്. റബ്ബേ, ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് പാപങ്ങൾക്ക് വേണ്ടി ഈ ചെറുപ്പക്കാര് പെയ്ത മഴ പോലും അല്ലാഹു നിർത്തി തന്നടോ. എന്താണ് അല്ലാഹു നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? ഈ മക്കൾ ചെയ്യുന്ന നന്മ നല്ലതായത് കൊണ്ടാ. അതുകൊണ്ട് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അവര് വരുന്നത് ആർക്ക് വേണ്ടിയെന്നറിയോ? ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയോ, രോഗികൾക്ക് വേണ്ടിയോ, ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി രോഗം പിടിച്ച് കിടക്കുന്നവര്, ശരീരം തളർന്നു കിടക്കുന്നവര്, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവോട് പറയണമല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ ഒരു നന്മ മതിയടോ, നല്ല ഒരു നിയ്യത്തോടെ ഒരു സദഖ എടുക്ക് സഹോദരാ. പെങ്ങളെ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്കൂ. റബ്ബേ, ഓർമ്മ വെച്ച കാലം മുതൽ കഅബയുടെ നേരെ നിന്ന് നിസ്കരിക്കുന്നവടാ, എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ കഅബാലയം കാണണം റബ്ബേ. ആ കഅബ കൊണ്ട് നിസ്കരിക്കണം റബ്ബേ. ആ കഅബയുടെ കില്ല പിടിക്കണം പടച്ചവരെ. ആ കഅബാലയത്തിന്റെ മത്താഫിലൂടെ എനിക്ക് നടക്കണമല്ലോ.
സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലെനിക്കൊന്ന് കാണണമല്ലോ. ഹിജർ ഇസ്മായിൽ അകത്തെനിക്ക് കയറണമല്ലോ. മക്കാമു ഇബ്രാഹിമിലൊന്ന് തൊടണമല്ലോ. സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കണം റബ്ബേ. സഫയിൽ ചെന്ന് ദുആ ചെയ്യണം, മർവയിൽ ചെന്ന് ദുആ ചെയ്യണം. എനിക്ക് അറഫ കാണണം, മിന കാണണം, മുസ്തലിഫ കാണണം, ജംറയിൽ ചെന്ന് കല്ലെറിയണം. പടച്ചവരെ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഈ നിയ്യത്തോടെ ഒരു സദക്ക എടുക്ക്.